ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കും, ഞങ്ങൾ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. നമ്മൾ ഓണ സമയത്ത് നാട്ടിൽ പോയ സമയത്ത് ഏട്ടൻ്റെ വല്യച്ഛൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വല്യച്ഛൻ്റെ വല്യമ്മയുടെ എന്ന് വെച്ചാൽ ചേട്ടൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കൊക്കോ ഉണ്ട് കൊക്കോ. നമ്മൾ പോയി നൈറ്റാട്ടോ. ആ സമയത്ത് എൻ്റെ വായിൽ പല്ലിൻ്റെ ആ സർജറി ഒക്കെ കഴിഞ്ഞത്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നൈറ്റ് അല്ലാഞ്ഞ സമയമായിരുന്നെങ്കിൽ ഞാൻ ഇവിടുത്തെ സറൗണ്ടിങ് ഒക്കെ കാണിക്കും. നല്ല രസമായിട്ട് ഇവിടെ കൃഷിയും പശുക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ വല്യച്ഛൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഓംലെറ്റ് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, വെള്ളം. അതായത് ഒരു മുട്ടയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാൻ എന്തിനാ? ചൂടായി വരുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ ഓക്സിജൻ കിട്ടാൻ ചിലവര് പാല് ചേർക്കുന്ന ഉപ്പിട്ടു. പിന്നെ നമ്മൾ ഇങ്ങനെ പ്രിസർവ് ചെയ്യും. കഴുകി വെച്ചതാണെങ്കിലും നമ്മൾ ഫൈനൽ വാഷ്. ബയോഗ്യാസിന്റെ ഹോളിലെ ഒരു AC അങ്ങനെ പോകുന്നല്ലേ? ഔട്ട്ഡോറിന്റെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ വെള്ളം ആഡ് ചെയ്യാറില്ല. വെള്ളം ആഡ് ചെയ്യുന്ന ഒരുപാട് വെള്ളം ആഡ് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഞാനിങ്ങനെ തിരിക്കാൻ ആദ്യം പ്ലേറ്റ് വെച്ച് കമത്തി പിന്നെ മുളക് വേണോടാ? വേണ്ട, അവർക്ക് നോർമലും കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടറായിട്ട് ഈ ഓംലെറ്റും അതുപോലെ അപ്പോൾ ഇങ്ങനെ കടുവൊക്കെ താളിച്ചിട്ട് പിന്നെ ചമ്മന്തി, ഉള്ളിച്ചമ്മന്തി ഉണ്ട്. അതായിരുന്നു നമ്മൾ ഫസ്റ്റ് കഴിച്ചിരുന്നത്. അപ്പോൾ വല്യച്ഛൻ്റെ വീട്ടിൽ ഇപ്പോൾ വല്യച്ഛനും വല്യമ്മയേ ഉള്ളൂ. പിന്നെ 2 ചേച്ചിമാരാട്ടോ ഉള്ളത് വല്യച്ഛന്. ഒരാൾ പൂജ ചേച്ചി, പിന്നെ രണ്ടാമത്തെ ദിവ്യ ചേച്ചി. ദിവ്യ ചേച്ചി ഫിലിമിലൊക്കെ കുറച്ച് അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ചേച്ചിനെ. ഞാൻ എപ്പോൾ ചെല്ലുമ്പോഴും ചേച്ചി വീട്ടിൽ കാണത്തില്ല. എല്ലാത്തിലും ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഇളങ്ങാൻ മറന്നുപോയത്. ഇത് എല്ലാത്തിലും ഇട്ടിട്ടുണ്ട്, മീനുവിന് മാത്രമില്ല. മീനുവിന് വേണ്ടെന്ന്. അപ്പം ഇത് പക്ഷേ അവസാനം ആയിപ്പോയപ്പോഴേ ടൊമാറ്റോ താഴെ ആയിപ്പോയത്. വിത്തൗട്ട് ടൊമാറ്റോ. എനിക്കോ ഞാൻ കൊട്ടിയിട്ടില്ല. ചീസ് അത് നമുക്ക് ഒന്നും ഇടാതെ നമ്മൾ മനസ്സിൽ കാണുമ്പോൾ അതുകൊണ്ടാക്കാൻ പറ്റും.
മക്കളെ ശ്രദ്ധിക്കണം. മോനെ അവിടെ ഇരിക്കും. അല്ല എങ്ങോട്ടായിരുന്നു മോളെ കഴിക്കണം. വീഡിയോയിൽ എടുത്തു. ഞാൻ വന്നപ്പോ മറന്നു. ഒന്നും പറയാൻ പറ്റത്തില്ല. ഡെയിലി ബീറ്റ്സ് അല്ലേ മോളെ? ഫുഡ് കഴിക്കുന്നുണ്ടല്ലേ? സാരമില്ല. ഇത് ഇതുണ്ടായിരുന്നല്ലോ നമ്മുടെ കീബോർഡ് ഉണ്ടായിരുന്നു. അത് ഞാൻ വിഷ്ണുവിന് പഠിക്കാനാണെന്ന് പറഞ്ഞു. അവരാ തിരിഞ്ഞു പോലും നോക്കത്തില്ലായിരുന്നു. അത് വൈദ്യുതോ കിട്ടി ഡെക്ക എവിടെ വെക്കും ചേട്ടാ? ഈ ടേബിൾ അടിയിൽ ടേബിൾ സ്റ്റീലിന്റെ എനിക്ക് പഞ്ചാബി ആരാണ്ട് ഇത് ഇതിന്റെ സ്കിന്നായിരിക്കും പശുവിന്റെ. നീ അതിനെ കഴിക്കുന്നില്ല. ചിക്കൻ ബീഫ് കഴിക്കുന്നില്ല, മട്ടൻ കഴിക്കുന്നില്ല, ബീഫ് കഴിക്കില്ല, ബീഫ് കഴിക്കില്ല, ബീഫ് ഒന്നൂടെ കാണിച്ചേ. ബീഫ് കഴിക്കില്ല. മാറി 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 മാറിക്കേ. ഇപ്പൊ കടുവകളിയുടെ കൊണ്ടുണ്ട്. ചൂടാക്കല്ല. അത് ഓൾമോസ്റ്റ് ഓക്കെ ആയി. ഇതിനേത് പാട്ട് പാടാനാ? പെൻസറാണോ? ഏത് പാട്ടാ? ഏത് നമ്മളടിക്കും. നമ്മള് പാട്ടൊന്നും അറിയത്തില്ല. ഏത് ഞാൻ സാധാരണ സ്റ്റേജിലൊക്കെ പാട്ട് പിന്നെ ഇത് പെട്ടിക്കകത്ത് കേട്ടിട്ട് 4 കൊല്ലമായി. 4 മോർന്നല്ല. ഇതിപ്പം നിങ്ങള് അടിക്കാൻ പറ്റിയ പാട്ട്. അമ്പിളിയമ്മ താമരക്കുമ്പിളിലുണ്ട്, അമ്പിളിയമ്മ താമരക്കുമ്പിളിലുണ്ട്, കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാന പുറത്ത്, കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാന പുറത്ത്, അമ്പിളിയമ്മ താമരക്കുമ്പിളിലുണ്ട്. അതെ, അത് നോക്കി വേണ്ട, അത് അങ്ങനെ ശരി. അത് നമുക്ക് ഈ വീട്ടിൽ മതിയല്ലോ. അടിയും ശരിയാകും. കോമഡി സെഗ്മെന്റ് ഞങ്ങളുടെ കുടുംബത്തിലെ കോമഡിക്കാര്. നമ്മുടെ പാട്ടുകളാണ് വലിയ പാട്ടുകൾ. പക്ഷെ എന്റെ മറ്റേ സ്റ്റീൽ അതായിരുന്നു ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട്. ഏത് വർഷമായിരുന്നു എന്തിന്?
അമ്മ മരിച്ചതിന് ശേഷം അല്ലേ? ആ അപ്പൊ 90-ക്ക് ശേഷം 90 അന്ന് സമ്മാനിച്ചാണ് 91-ന് ശേഷം എനിക്ക് വേണ്ടി പിന്നെ അച്ഛനാണ് മനസ്സിലായി ഇവൻ വലിയ പുള്ളിയാണ്. അതായത് 91-നും 94-നും ഇടയ്ക്ക് കാര്യം അപ്പം മരിച്ച 94 അപ്പോ നാളെ സ്പെഷ്യൽ ഉണ്ടാക്കി അതുകൊണ്ടാണ് ഞാൻ ഇതാക്കും കൊടുത്തത്. അപ്പൂപ്പൻ തന്നതല്ലേ? അപ്പൊ അന്ന് അന്ന് 3,500 ഇപ്പോഴത്തെ ഏകദേശം 35,000-40,000. കാരണം ഇത് ഈ പ്ലാവിന്റെ തടിക്ക് അതുകൊണ്ടാണ് ഇത് ഇൻടാക്ട് ഇരിക്കുന്നത്. പക്ഷെ എൻ്റെ പിന്നെ തിരികെ പോയിട്ടോടാ നാളെ ഉണ്ടാക്കി ഞാൻ. അല്ല എന്നോട് പറയാം ഉണ്ടാക്കില്ല. തിരികെ നമ്മളെ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ തെങ്ങോ മറ്റേ ഓലയുടെ ഇതിന്റെ ആ പാടാം. അല്ല അതിന് ഇതിന്റെ ആവശ്യമില്ലല്ലോ. അതിന്റെ ആവശ്യമില്ല. അമ്മയ്ക്ക് വേണോ? അവര് ഇത് പരിവർത്തനാക്കി എടുക്കണം. അല്ല തുടക്കം ഇങ്ങനെ ആണെങ്കിൽ അവസാനം എന്തുവരും? ഏതാ ഇത് അതുമായിട്ട് ചേരുന്നില്ല. എൻസോനും പറ്റും. ഇതിന് തബലയ്ക്ക് പറ്റിയത് ഏതാന്ന് ആലോചിച്ച് നോക്കൂ. എൻസോരം അതൊക്കെ അതിലൊക്കെ വീണ വയലിൽ മാത്രം മതി. കബി കബി പാട്. അതെങ്ങനെ തബല വലിച്ചനല്ലേ ഇതിന്റെ അറിയാവുന്നേ? ഇതിന് ഏത് പാട്ടാണ് ഒരുപാടെണ്ണം ഇരിക്കില്ലേ നമ്മളെ മനസ്സിലായത് ഏതെന്നുള്ളതിന്റെ ആ ഒരു അതാണ് വേർതിരിച്ചെടുക്കാൻ. ഇതുമാതിരി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി അതിന് വല്ല AI സൊല്യൂഷൻ വരും വേണം. പാട്ട് സ്റ്റോപ്പ് ചെയ്യണേ അല്ലീളം അതും പറ്റും. ചെയ്യുവാ സ്ലോ ലൈനാക്കും. അമ്പലപ്പുഴയിലെ മനസ്സോടി കളിക്കും അമ്പാടിയിൽ ചെന്നാലെന്ന പോലെ അമ്പലപ്പുഴയിലെ മനസ്സോടി കളിക്കും അമ്പാടിയിൽ ചെന്നാലെന്ന പോലെ ഓംകാരം. അമ്പലത്തില് മറ്റേ ചെണ്ടോട്ട് ഒരു ഗ്രൂപ്പായിട്ട് രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മസംഗീത ശില്പം നീയല്ലേ. അതിന് പാടാം. ചക്രവർത്തി കുമാര നിന്മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനും ചക്രപന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാര. അപ്പോൾ ഒരു ഹിന്ദി പറയുന്നത് रहन जाए तेरी मेरी बात आदि आदि आकाशे चंद्रमा ജീവൻ ഒരു പാട്ട് ഇല്ലേ പ്ലീസ് ജീവ ഒരു തൊണ്ടയ്ക്ക് ചെറിയ സാരമില്ലടാ അങ്ങനെ പേരാവുന്നേ ചുമ്മാ അയ്യോ, സത്യമായിട്ടും. അല്ല അല്ല എനിക്കിവിടെ തൊണ്ടയ്ക്ക് വേദന. ഇന്നലെ കച്ചേരിയായിരുന്നു, മിനിഞ്ഞാന്നൊക്കെ പൊന്നി കച്ചേരിയായിരുന്നു. വയ്യ, പിന്നെ വയ്യാന്ന് പറഞ്ഞു. ആകെ ഒരു സുഖമില്ല.
എന്നോട് പാടാൻ ഇതിലെ പാട്ട്. എനിക്ക് ക്ലാസിക്കൽ അറിയായിരിക്കും. വല്യ പറ്റി ഓ, വിശക്കുന്നു. അല്ല വല്യച്ഛനെ കൊണ്ട് വല്യച്ഛൻ പാടുപോലെ ഇത് കരിമുകിൽ കാട്ടിലെ ചേട്ടന്റെ ഫേവറേറ്റ്. അത് പാടും. ഞാൻ ഹെൽപ്പ് ചെയ്യാം കൂടെ. അല്ല ഹെൽപ്പല്ല, ഞാൻ പാടാം. നിങ്ങൾ അടിക്കാൻ പറഞ്ഞാൽ അടിക്കാം. അടിക്കാം. ചേട്ടന്റെ കരിമുകിൽ. ഞാൻ തവില അടിക്കാം. ഉണ്ണി അവനെ രക്ഷിക്കടാ. ഞാൻ കരിമുൾക്കാട്ടിലൊന്നും ഞാൻ പാടില്ല. കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി കരയുന്ന രാത്രിയിലേ തിരിഞ്ഞൊന്നു നോക്കിയിടാതെ കരയുന്ന രാത്രിയിലേ തിരിഞ്ഞൊന്നു നോക്കിയിടാതെ മധുമാസ ചന്ദ്രലേഖം മയങ്ങുന്നു കരിമുകിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ. അതേത് തുറക്ക്. അവിടെ വെച്ച് അല്ല അവിടെ പൊക്ക് നിങ്ങളെ ആ, കൊണ്ടുവന്ന് മോളെടുക്കുവാണോ? ആ, ഓക്കേ. എന്റെ അടുത്ത ആള് ആണുങ്ങളൊന്നല്ല എടുക്കുന്നത്. നീ ഏതാ പപ്പടം ഉണ്ട് ആ വലിയ ഉണ്ടാവില്ല. പപ്പടം ഞാൻ കൊണ്ടുവരാം. ഇത് കൊറേ ഉണ്ടല്ലോ. Oh my God. എനിക്ക് പറ്റുന്ന ഇത് ഞാൻ കൊണ്ടുവയ്ക്കുന്നോ ഈ ഒരു കഥയും കൂടെ വേണ്ടിയിട്ട്. ഇവിടെ കപ്പ ഇനി വേണ്ടല്ലോ. ഞാൻ പിടിക്കണം. ഇങ്ങോട്ട് അഞ്ചു വെയിറ്റ് ഇല്ല. ഇത് 5 ലിറ്റർ വെയിറ്റ് വേണം മോളെ. ഇത് 5 വെജിറ്റബിൾ കറി. വെജിറ്റബിൾ കറി. വേറെ പ്ലേറ്റ് വേണമെങ്കിൽ എടുക്കണേടാ. പപ്പടം എടുത്തല്ലോ. മുളക് സ്പെഷ്യൽ സാലഡ് എടുക്കും. അതാദ്യം മോളോ മോളോ അന്ന് അച്ഛൻ 3000 രൂപയ്ക്ക് മേടിച്ചത്. ഇല്ലേ അതില് 3500. ഞാൻ വിളിച്ചോട്ടെ. കൊച്ചേട്ടൻ അവിടെ കയറുവാണെങ്കിൽ അതിനുള്ള ഇല്ല, ഞാൻ ഞാൻ വേറെ സ്ഥലമുണ്ട്. സ്ഥലമുണ്ട്. നോക്കിയിരിക്കണം. മോളെന്തേ കൊച്ചേട്ടൻ ഇനി വാ. ഇല്ല ഹനുമാനാണ്. 13 ഹനുമാനാ. ഞങ്ങൾ 11 പിന്നെ മറ്റേ സദ്യ അടിച്ചത് ഇവിടെ സദ്യ തരാൻ പറ്റിയില്ല. സദ്യ തരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഈ നമ്മുടെ ടൈം ഷിഫ്റ്റ് ആയപ്പോഴത്തേക്ക് ഇത് അടിപൊളിയാണ്. ചിക്കൻ അതന്നെ ഇറക്കായിരുന്നു. ചിക്കൻ നല്ല ടയർഡായി. എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് വലിപ്പിച്ച് ഷർട്ടായിട്ടായി. കേട്ടോ ഈ 100 മീറ്റർ പറയുമ്പോഴേ അവർ പറയണമെന്ന് കുറച്ച് 40 നോക്കാം. ആദ്യത്തെ തന്നെ 100ആയിരുന്നു. എൻ്റെ പിന്നെ എന്ത് ചെയ്യുക? പിന്നെ 200 നിർത്തിയോ? 400